ഹലോ ചെല്ലക്കുട്ടീസ്, ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ നമുക്ക്. ഇലിമ്പിക്ക കിട്ടിയപ്പോൾ കുറച്ച് അച്ചാറിട്ട് വെച്ചേക്കാമെന്ന് കരുതി. എപ്പോഴും കിട്ടുന്ന ഒന്നല്ലല്ലോ ഇലിമ്പിക്ക. അപ്പോൾ ഇലിമ്പിക്കയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അത് വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞെടുക്കുക. അച്ചാറിടുന്നതിന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇലിമ്പിക്കയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ച ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. ചാറ് കൂടുതൽ വേണമെന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ എണ്ണയുടെ അളവ് കുറച്ച് കൂട്ടുക. എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് 4-5 വറ്റൽമുളകും 5-6 അല്ലി വെളുത്തുള്ളി നെടുകെ കീറിയതും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം അതിലേക്ക് എരിവിനനുസരിച്ച്, എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കുക. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. പൊടികൾ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലിമ്പിക്ക കൂടെ തട്ടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പൊടിയും ഇലിമ്പിക്കയും യോജിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1.5 ടീസ്പൂൺ കായവും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം നന്നായി യോജിച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് അച്ചാർ തണുക്കാനായി വയ്ക്കുക. തണുക്കുമ്പോഴേക്കും ആവശ്യത്തിന് ചാറ് അച്ചാറിലുണ്ടാകും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും.